വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നമ്മൾ ഇന്ന് ഗീതാഗീതകത്തിലെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ അധ്യായവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഇത് കൂടുതൽ തത്വം അസി, തത്വത്തിനെ പറ്റി ഉള്ള വിവരണം ഈ അധ്യായത്തോടുകൂടി കഴിയുന്നു. ഹരിയോ ഇത് ഗം ഗണപതേ നമ. ചിത്രരത്നവിചിത്രാംഗം ചിത്രമാലാ വിഭൂഷിതം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഓം സംസരസ്വത്യേ നമ. വീണാധര പ്രമുഖ സർവമുനി പ്രസേവ്യാം ശോണാധരാം മൃദുലഗാത്രതരാം സുവേണിം വീണാലസത്കരതലാം വിലസത്കിരീടാം വാണീം നമാമി സതതം വജസാ വിഭൂത്യേ. ഓം ഗും ഗുരുഭ്യോ നമ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്നേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. ധ്യാനിക്കുന്നു ഞാനമേ ഭഗവദ്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാം അമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാമക്ഷരദേവതേ ബോധപ്രകാശിനി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിനുറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ, വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ, യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ, ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ. ആ ദേവദേവനായിതാ നമസ്കാരം, എൻ വന്ദനം
ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം. ഭഗവദ്ഗീത 6-ാം അധ്യായം അഭ്യാസയോഗം. ശ്രീഭഗവാൻ ഉവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ധ്യാനയോഗം, ആത്മസംയമയോഗം. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മഫലത്തെ ആശ്രയിക്കാതെ സ്വകർത്തവ്യങ്ങൾ ചെയ്യുന്നതാരോ അയാളാണ് സന്യാസിയും യോഗിയും. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നിരുത്സാഹമുപേക്ഷിച്ചാൽ സന്യാസിയാവില്ലൊരാളും, യോഗിയുമാവില്ലയാൾ നിശ്ചയം. സന്യാസഭാവമില്ലാത്ത കർമ്മങ്ങൾ അശാന്തിയുണ്ടാക്കുന്നു. ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവനും ശാന്തിയില്ല. കർമ്മഫലത്തെ ആശ്രയിക്കാതെ സ്വകർത്തവ്യങ്ങൾ ചെയ്യുന്നതാരോ അയാളാണ് സന്യാസിയും യോഗിയും. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നിരുത്സാഹമുപേക്ഷിച്ചാൽ സന്യാസിയാവില്ലൊരാളും, യോഗിയുമാവില്ലയാൾ നിശ്ചയം. സന്യാസഭാവമില്ലാത്ത കർമ്മങ്ങൾ അശാന്തിയുണ്ടാക്കുന്നു. ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവനും ശാന്തിയില്ല. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്തഃ സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. സന്യാസവും യോഗവും ഒന്നു തന്നെയാണെന്നറിയുക അർജുന. സങ്കൽപ്പങ്ങളെ, ആശകളെ ത്യജിക്കാതെ ആരും യോഗിയാവില്ല. ഞാൻ ചെയ്യുന്നു എന്നതാം അഹങ്കാരം വെടിയുന്നത് സന്യാസം. ഫലത്തിനായി ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യുന്നത് യോഗവും. ഭാവി സങ്കൽപ്പങ്ങൾ മനസ്സിനെ അശാന്തമാക്കി കലുഷമാക്കുന്നു. ചിത്തവൃത്തി നിരോധം യോഗം എന്ന ലക്ഷ്യം നടക്കാതെ പോകുന്നു. സന്യാസവും യോഗവും ഒന്നു തന്നെയാണെന്നറിയുക അർജുന. സങ്കൽപ്പങ്ങളെ, ആശകളെ ത്യജിക്കാതെ ആരും യോഗിയാവില്ല. ഞാൻ ചെയ്യുന്നു എന്നതാം അഹങ്കാരം വെടിയുന്നത് സന്യാസം. ഫലത്തിനായി ആഗ്രഹം കൂടാതെ കർമ്മം ചെയ്യുന്നത് യോഗവും. ഭാവി സങ്കൽപ്പങ്ങൾ മനസ്സിനെ അശാന്തമാക്കി കലുഷമാക്കുന്നു. ചിത്തവൃത്തി നിരോധം യോഗം എന്ന ലക്ഷ്യം നടക്കാതെ പോകുന്നു. ആരുരുക്ഷോർമുനേർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. യോഗത്തിലേക്ക് ഉയരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കർമ്മമാണുപായം. യോഗത്തിലുറച്ചു നിൽപ്പവർക്കോ കർമ്മനിവൃത്തിയാകുന്നു സാധന. യോഗത്തിലുറച്ചു നിലകൊള്ളുവാൻ കർമ്മയോഗം തന്നെ മാർഗം. സകാമമാം കഠിന ശ്രമങ്ങൾ നിഷ്കാമകർമ്മങ്ങളാക്കി മാറ്റി യജ്ഞഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്തു മനഃശുദ്ധി കൈവരിക്കാം. സാമ്യാവസ്ഥയിൽ മനം പരിപക്വമാകുമ്പോൾ ശമം പരിശീലിക്കാം. മനസ്സിനെ വീണ്ടും ചഞ്ചല കർമ്മങ്ങളിലേക്ക് നയിക്കാതിരിക്കാം. പിന്നെ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കാം ഏകാത്മതാബോധം. യോഗത്തിലേക്ക് ഉയരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കർമ്മമാണുപായം. യോഗത്തിൽ ഉറച്ചു നിൽപ്പവർക്കോ കർമ്മനിവൃത്തിയാകുന്നു സാധന. യോഗത്തിൽ ഉറച്ചു നിലകൊള്ളുവാൻ കർമ്മയോഗം തന്നെ മാർഗം. സകാമമാം കഠിന ശ്രമങ്ങൾ നിഷ്കാമകർമ്മങ്ങളാക്കി മാറ്റി യജ്ഞഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്ത് മനഃശുദ്ധി കൈവരിക്കാം. സാമ്യാവസ്ഥയിൽ
മനം പരിപക്വമാകുമ്പോൾ ശമം പരിശീലിക്കാം. മനസ്സിനെ വീണ്ടും ചഞ്ചല കർമ്മങ്ങളിലേക്ക് നയിക്കാതിരിക്കാം. പിന്നെ ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കാം ഏകാത്മതാബോധം. യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. ആരാണോ ഇന്ദ്രിയ വിഷയങ്ങളിലും അവ നേടാനും നിലനിർത്താനുമുള്ള കർമ്മങ്ങളിലും ആസക്തിയില്ലാതെ സങ്കൽപ്പങ്ങളെല്ലാം വെടിഞ്ഞു പ്രശാന്തനായിരിക്കുന്നു, സമചിത്തനാമയാളെ യോഗാരൂഢനെന്നു വിളിക്കുന്നു. യോഗാവസ്ഥയിലെത്താൻ ആഗ്രഹിക്കുന്നു സാധകർ. അതിനുള്ള രാജപാതയാകുന്നു നിഷ്കാമകർമ്മയോഗം. സമചിത്തനു മാത്രമേ കർമ്മത്തെ സന്യസിക്കുവാനാകൂ. ധ്യാനത്തിൽ നിഷ്ഠ കൈവരുമ്പോൾ ചിന്തകളൊടുങ്ങുന്നു. സാമ്യാവസ്ഥയിലെ ആനന്ദമനുഭവിച്ചവർ വീണ്ടും തുച്ഛമാം വിഷയസുഖങ്ങളിലേക്ക് മടങ്ങുവതെങ്ങിനെ? ആരാണോ ഇന്ദ്രിയ വിഷയങ്ങളിലും അവ നേടാനും നിലനിർത്താനുമുള്ള കർമ്മങ്ങളിലും ആസക്തിയില്ലാതെ സങ്കൽപ്പങ്ങളെല്ലാം വെടിഞ്ഞു പ്രശാന്തനായിരിക്കുന്നു, സമചിത്തനാമയാളെ യോഗാരൂഢനെന്നു വിളിക്കുന്നു. യോഗാവസ്ഥയിലെത്താൻ ആഗ്രഹിക്കുന്നു സാധകർ. അതിനുള്ള രാജപാതയാകുന്നു നിഷ്കാമ കർമ്മയോഗം. സമചിത്തനു മാത്രമേ കർമ്മത്തെ സന്യസിക്കുവാനാകൂ. ധ്യാനത്തിൽ നിഷ്ഠ കൈവരുമ്പോൾ ചിന്തകൾ ഒടുങ്ങുന്നു. സാമ്യാവസ്ഥയിലെ ആനന്ദമനുഭവിച്ചവർ വീണ്ടും തുച്ഛമാം വിഷയസുഖങ്ങളിലേക്ക് മടങ്ങുവതെങ്ങിനെ? ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രുപുരാത്മനഃ. തന്നാൽ തന്നെ സ്വയം ഉയർത്തണം നാം, സ്വയം താഴ്ത്തരുത്. തനിക്കു ബന്ധുവായി താൻ മാത്രം, തനിക്ക് താൻ സ്വയം ശത്രുവും. ആത്മാവിനെ കൊണ്ടു തന്നെ ഉദ്ധരിക്കണം. ആത്മാവിനെ ഒരിക്കലും അധപ്പതിക്കുവാൻ ഇടയാക്കൊല. താൻ തന്നെയാണൊരുവന്റെ മിത്രവും അതുപോലെ ശത്രുവും. ആരും വരില്ല നമ്മെ ഉയർത്താൻ, സ്വയം അതു ചെയ്യണം നാം. നാം തന്നെയാണ് നമുക്ക് മിത്രമായി നമ്മെ ഉദ്ധരിക്കുന്നതും സ്വയം ശത്രുവായി നമ്മെ താഴേക്ക് താഴ്ത്തും ചിന്തകളാവുന്നതും. നീച മനോഭാവങ്ങളിൽ നിന്നും ഉയർന്നു ചിന്തിക്കുവാൻ വേണം ബുദ്ധിപൂർവകമായുള്ള ചിന്തകൾ. സ്വയം വേണം അതിലെത്തുവാൻ. അതു നൽകുവാൻ ഗുരുക്കന്മാരില്ല, ശാസ്ത്രങ്ങളില്ല, ദേവാലയങ്ങളും. തന്നാൽ തന്നെ സ്വയം ഉയർത്തണം നാം, സ്വയം താഴ്ത്തരുത്. തനിക്കു ബന്ധുവായി താൻ മാത്രം, തനിക്കു താൻ സ്വയം ശത്രുവും. ആത്മാവിനെ കൊണ്ടു തന്നെ ഉദ്ധരിക്കണം. ആത്മാവിനെ ഒരിക്കലും അധപ്പതിക്കുവാനിടയാക്കൊല. താൻ തന്നെയാണ് ഒരുവന്റെ മിത്രവും അതുപോലെ ശത്രുവും. ആരും വരില്ല നമ്മെ ഉയർത്തുവാൻ, സ്വയം അതു ചെയ്യണം നാം. നാം തന്നെയാണ് നമുക്ക് മിത്രമായി നമ്മെ ഉദ്ധരിക്കുന്നതും സ്വയം ശത്രുവായി നമ്മെ താഴേക്ക് താഴ്ത്തും ചിന്തകളാവുന്നതും. നീച മനോഭാവങ്ങളിൽ നിന്നും സ്വയം ഉയർന്ന് ചിന്തിക്കുവാൻ വേണം ബുദ്ധിപൂർവകമായുള്ള ചിന്തകൾ. സ്വയം വേണം അതിലെത്തുവാൻ. അതു നൽകുവാൻ ഗുരുക്കന്മാരില്ല, ശാസ്ത്രങ്ങളില്ല, ദേവാലയങ്ങളും. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. തന്നെ ജയിച്ചവന്നു താൻ തന്നെ ആത്മബന്ധു. തന്നെ സ്വയം ജയിക്കാത്തവന്നു താനാണ് ആത്മശത്രുവും.
ബഹിർമുഖമാകും മനസ്സിനെ സ്വബുദ്ധിയാൽ ജയിച്ചവന് താൻ തന്നെ ആത്മബന്ധുവാകുന്നു. എന്നാൽ മനസ്സിനെ ബുദ്ധിയാൽ നിയന്ത്രിച്ച് കീഴടക്കാത്തവന്റെ മനസ്സു തന്നെ ശത്രുഭാവത്തിൽ വർത്തിക്കുന്നു, സ്വയം അധപ്പതിക്കുന്നു. ലൗകിക വിഷയങ്ങളിൽ നിന്നും പിൻവലിയുന്ന ജീവൻ നീചഭാവം ഉപേക്ഷിച്ച് സ്വയം ആത്മഭാവത്തിലേക്കുയരുന്നു. വിഷയങ്ങളിൽ മുഴുകി വിലസും മനം ആത്മമഹിമയറിയാതെ കൂടുതൽ താഴേക്ക് നയിക്കുന്നു, നമ്മയൊരു ശത്രുവെപ്പോലെ. തന്നെ തന്നെ ജയിച്ചവനു താൻ തന്നെ ആത്മബന്ധു, തന്നെ സ്വയം ജയിക്കാത്തവനു താനാണ് ആത്മശത്രുവും. ബഹിർമുഖമാകും മനസ്സിനെ സ്വബുദ്ധിയാൽ ജയിച്ചവന് താൻ തന്നെ ആത്മബന്ധുവാകുന്നു. എന്നാൽ മനസ്സിനെ ബുദ്ധിയാൽ നിയന്ത്രിച്ചു കീഴടക്കാത്തവന്റെ മനസ്സു തന്നെ ശത്രുഭാവത്തിൽ വർത്തിക്കുന്നു, സ്വയം അധപ്പതിക്കുന്നു. ലൗകിക വിഷയങ്ങളിൽ നിന്നും പിൻവലിയുന്ന ജീവൻ നീചഭാവം ഉപേക്ഷിച്ച് സ്വയം ആത്മഭാവത്തിലേക്കുയരുന്നു. വിഷയങ്ങളിൽ മുഴുകി വിലസും മനം ആത്മമഹിമയറിയാതെ കൂടുതൽ താഴേക്കു നയിക്കുന്നു, നമ്മയൊരു ശത്രുവെപ്പോലെ. ചിദാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോ. മനസ്സിനെ വെന്ന് പ്രശാന്തനായുള്ളവന്റെ അന്തരാത്മാവ് ശീതോഷ്ണ സുഖദുഃഖമാനാപമാനങ്ങളിൽ സമമായിരിക്കുന്നു. ശരീരവും മനസ്സും ബുദ്ധിയും നേരിൽ അനുഭവിക്കും ദ്വന്ദ്ങ്ങളാം അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ അയാളെ അലട്ടുന്നില്ല, തെല്ലും. തണുപ്പിനെ കുറിച്ചോർത്ത് മനോബുദ്ധികൾ വിറയ്ക്കുന്നില്ല, ഉഷ്ണത്തെക്കുറിച്ച് ചിന്തിച്ചയാൾക്ക് ചുട്ടുപൊള്ളുന്നുമില്ല. സുഖത്തിൽ അയാൾ ആഹ്ലാദിക്കുന്നില്ല, ദുഃഖത്തിൽ മാഴുകുന്നുമില്ല. മാനാപമാനങ്ങൾ അയാളുടെ ബുദ്ധിയെ കലുഷമാക്കുന്നുമില്ല. മനസ്സിനെ വെന്നു പ്രശാന്തനായുള്ളവന്റെ അന്തരാത്മാവ് ശീതോഷ്ണ സുഖദുഃഖമാനാപമാനങ്ങളിൽ സമമായിരിക്കുന്നു. ശരീരവും മനസ്സും ബുദ്ധിയും നേരിൽ അനുഭവിക്കും ദ്വന്ദ്ങ്ങളാം അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ അയാളെ അലട്ടുന്നില്ല, തെല്ലും. തണുപ്പിനെ കുറിച്ചോർത്ത് മനോബുദ്ധികൾ വിറയ്ക്കുന്നില്ല, ഉഷ്ണത്തെക്കുറിച്ച് ചിന്തിച്ചയാൾക്ക് ചുട്ടുപൊള്ളുന്നുമില്ല. സുഖത്തിൽ അയാൾ ആഹ്ലാദിക്കുന്നില്ല, ദുഃഖത്തിൽ മാഴുകുന്നുമില്ല. മാനാപമാനങ്ങൾ അയാളുടെ ബുദ്ധിയെ കലുഷമാക്കുന്നുമില്ല. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ശാസ്ത്രപഠനം കൊണ്ടു ജ്ഞാനം നേടി അതിനെ മനനം ചെയ്തു നേടും അനുഭവജ്ഞാനം കൊണ്ടു തൃപ്തനായും ഇന്ദ്രിയങ്ങളെ വിജയിച്ച് യാതൊന്നിനാലും ഇളകാതെ മൺകട്ടയും കല്ലും സ്വർണവും ഒരുപോലെ കാണുന്ന യോഗി യോഗാരൂഢനാകുന്നു. യോഗ സാക്ഷാത്കാരമടഞ്ഞവൻ സ്വയം മാറ്റങ്ങൾക്ക് വിധേയമാകാതെ മറ്റുള്ളവയ്ക്കു മാറ്റമേകാൻ സുദൃഢമുറച്ചിളക്കമില്ലാതെ കൂടം പോൽ നിലകൊള്ളുന്ന യോഗി കൂടസ്ഥനാകുന്നു, സാക്ഷീഭാവത്തിൽ പരമാത്മാവിനെ പോലെ. സമദൃഷ്ടിയാം യോഗി കാണുന്നു എല്ലാം ഒന്നായി ബ്രഹ്മമായി. മണ്ണും കല്ലും സ്വർണവും യോഗി കാണുന്നതൊരുപോലെയാം. ഉറക്കമുണർന്നവൻ സ്വപ്നവസ്തുവിനെ കാണുന്ന പോലെ ആത്മാനന്ദമനുഭവിക്കുമ്പോൾ കൊള്ളാനും തള്ളാനുമില്ലൊന്നുമേ. ശാസ്ത്രപഠനം കൊണ്ടു ജ്ഞാനം നേടി അതിനെ മനനം ചെയ്തു നേടും അനുഭവജ്ഞാനം കൊണ്ടു സംതൃപ്തനായും ഇന്ദ്രിയങ്ങളെ വിജയിച്ച് യാതൊന്നിനാലും ഇളകാതെ മൺകട്ടയും കല്ലും സ്വർണവും ഒരുപോലെ കാണുന്ന യോഗി
യോഗാരൂഢനാകുന്നു. യോഗ സാക്ഷാത്കാരമടഞ്ഞവൻ സ്വയം മാറ്റങ്ങൾക്കു വിധേയമാകാതെ മറ്റുള്ളവയ്ക്ക് മാറ്റമേകാൻ സുദൃഢം ഉറച്ചിളക്കമില്ലാതെ കൂടം പോൽ നിലകൊള്ളുന്ന യോഗി കൂടസ്ഥനാകുന്നു. സാക്ഷീഭാവത്തിൽ പരമാത്മാവിനെ പോലെ സമദൃഷ്ടിയാം യോഗി കാണുന്നു എല്ലാം ഒന്നായി ബ്രഹ്മമായി. മണ്ണും കല്ലും സ്വർണവും യോഗി കാണുന്നതൊരുപോലെയാം. ഉറക്കമുണർന്നവൻ സ്വപ്നവസ്തുവിനെ കാണുന്ന പോലെ ആത്മാനന്ദം അനുഭവിക്കുമ്പോൾ കൊള്ളാനും തള്ളാനുമില്ലൊന്നുമേ. സുഹൃത് മിത്രാരുദാസീന മധ്യസ്ഥ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃത്തുക്കൾ ശത്രുക്കൾ ഇവ രണ്ടിലും പെടാത്തവർ, മധ്യസ്ഥന്മാർ തന്നെ വെറുക്കുന്നവർ, ബന്ധുക്കൾ പുണ്യവാന്മാർ പാപികൾ എന്നിവരൊക്കെയും ഒരുപോൽ സമബുദ്ധിയിൽ കാണുന്നവൻ അതിവിശിഷ്ടൻ. ബ്രഹ്മനിഷ്ഠൻ എല്ലാരെയും ഒരുപോൽ സ്നേഹിക്കുന്നു. എല്ലാവരിലും അയാൾ കാണുന്നു പരമ്പൊരുളതിനാൽ പാപികളടക്കമാരെയും വെറുക്കുവാനാവില്ല അയാൾക്ക്. ബ്രഹ്മം എല്ലാവരിലും ഒരുപോൽ വ്യാപിച്ചിരിക്കുമ്പോൾ ഞാനും അപരനുമെന്നുള്ള ഭേദചിന്തയുണ്ടാകില്ല തെല്ലും. സുഹൃത്തുക്കൾ ശത്രുക്കൾ ഇവ രണ്ടിലും പെടാത്തവർ, മധ്യസ്ഥന്മാർ തന്നെ വെറുക്കുന്നവർ, ബന്ധുക്കൾ പുണ്യവാന്മാർ പാപികൾ എന്നിവരൊക്കെയും ഒരുപോൽ സമബുദ്ധിയിൽ കാണുന്നവൻ അതിവിശിഷ്ടൻ. ബ്രഹ്മനിഷ്ഠൻ എല്ലാരെയും ഒരുപോൽ സ്നേഹിക്കുന്നു. എല്ലാവരിലും അയാൾ കാണുന്നു പരമ്പൊരുളതിനാൽ പാപികളടക്കമാരെയും വെറുക്കുവാനാവില്ല അയാൾക്ക്. ബ്രഹ്മമെല്ലാവരിലും ഒരുപോൽ വ്യാപിച്ചിരിക്കുമ്പോൾ ഞാനും അപരനുമെന്നുള്ള ഭേദചിന്തയുണ്ടാകില്ല തെല്ലും. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. നമ്മുടെ ഫ്രാൻസിസ് സാർ വന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. അപ്പോൾ അതാണ് ഒരു 3-4 മിനിറ്റ് മുമ്പ് നിർത്തിയത്. സാറിൻ്റെ വിലപ്പെട്ട വാക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണു. ഇവിടെ നമസ്കാരം. ഇന്നിപ്പോ കർക്കിടക മാസമായി, വീരക മാസം. അപ്പോ പിതൃക്കളെയൊക്കെ നമ്മൾ ഓർക്കുന്ന ദിവസം കൂടിയാണ്, ഓർക്കുന്ന മാസമാണ്. കർക്കിടക വാവിന് നമ്മൾ പിതൃക്കൾക്കായിട്ട് പ്രത്യേകമായിട്ട് തർപ്പണമൊക്കെ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഇപ്പോൾ. അപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഈ യോഗി എങ്ങനെയായിരിക്കണം? സമലോഷ്ടാശ്മ കാഞ്ചനഹ, നേരത്തെ ആ ഒരു പദം പ്രയോഗിച്ചു. ലോഷ്ടമാണെങ്കിലും മണ്ണുകെട്ടാണെങ്കിലും കരിങ്കല്ലാണെന്നുണ്ടെങ്കിലും എല്ലാം അദ്ദേഹത്തിന് ഒരേപോലെയാണ്. പക്ഷെ വേറൊന്നും കൂടി ഉണ്ട്. ഇവിടെ പറയുമ്പോ സുഹൃത്ത് ഇല്ല, ദ്വേഷിക്കുന്ന ആളില്ല, ശത്രുവില്ല, മിത്രവില്ല, ആരുമില്ല. ഇപ്പൊ അർജുനോട് ഇപ്പോ നിന്റെ കർമ്മം ചെയ്യണം എന്നാണ് ഇപ്പൊ അർജുനോട് പറയുന്നത്. അപ്പോ അർജുനൻ ആർക്കെതിരെയാണ് ഇപ്പോ യുദ്ധം ചെയ്യുന്നത്? അതൊരു വലിയ പ്രശ്നം. കാരണം അതില് ശത്രുക്കളില്ലല്ലോ, ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല, ആരുമില്ല, ദ്വേഷമില്ല, രോഷമില്ല, യാതൊന്നും അവിടെ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ അർജുനൻ ഇത് ചെയ്യും എന്നൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ ഒരു ഫുട്ബോൾ, ഇപ്പൊ വേൾഡ് കപ്പ് അതിന്റെ സമയമാണല്ലോ. അപ്പൊ അതില് റഫറി ഉണ്ട്. റഫറിക്ക് ഇതിൽ ഒരു ടീമിനോടും മൈത്രി ഇല്ല, ഉണ്ടാകാൻ പാടില്ല. എങ്കിലും അദ്ദേഹം അതിലെ ഇത് കാണുന്നുണ്ട്, അതിലെ ഫൗളും ശരിയും ഒക്കെ കാണുന്നുണ്ട്, അതിനനുസരിച്ച് വിസിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ആ ഒരു ഭാവമാണ് ഇവിടെ. ശരിയായിട്ട് ചെയ്യുന്നവനുണ്ട്, ശരിയും തെറ്റും തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ തനിക്ക് എന്തില്ല, അതിൽ ഒരു ആസക്തിയും തനിക്ക് ഇല്ല. അവൻ ചെയ്യുന്നു, അത് അവന്റെ ശീലം, അത് അയാൾ ചെയ്യുന്നു, ഇയാളുടെ ശീലം ഇയാളും ചെയ്യുന്നു. താൻ ആരാണ്? പക്ഷെ തനിക്കൊരു ധർമ്മമുണ്ട്. ധർമ്മം ചെയ്യാതിരിക്കലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കർമ്മ പരിത്യാഗം കൊണ്ട് നൈഷ്കർമ്മ്യം പ്രാപിക്കുന്നില്ല എന്നാണ്. അപ്പൊ കർമ്മം പരിത്യജിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരയാത്ര നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കർമ്മം വേണം. അല്ലെങ്കിൽ ഇത്രയും വൈവിധ്യങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അല്ലെ?
എത്ര വൈവിധ്യങ്ങളാണ് ലോകത്തിൽ. കുറെ എണ്ണം. ആദ്യം ചരങ്ങളും അചരങ്ങളും എന്ന് പറഞ്ഞ 2 ജാതി. ആദ്യം ഒക്കെ ജാതി, ഒരു വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഒരു ജാതി എന്ന് പറയാം. അപ്പൊ ജാതി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ പറയുന്ന വർണ്ണമല്ല ജാതി. വർണ്ണം എന്താണ്? നമ്മൾ സ്വീകരിക്കുന്നതാണ്. വൃണോതി. വൃണോതി എന്ന് പറഞ്ഞാൽ വരിക്കുന്നു എന്നർത്ഥം. വരിക്കുന്നതിനെയാണ് വർണ്ണം എന്ന് പറയുക. നമ്മളിപ്പോ അക്ഷരമാലയിലേക്ക് വരുമ്പോൾ നമ്മൾ വർണ്ണമാല പറയാറുണ്ട്. വർണ്ണങ്ങള് മലയാളത്തിനും സംസ്കൃതത്തിനും അക്ഷരമാലയാണ്, ഇംഗ്ലീഷിന് വർണ്ണമാലയാണ്. അപ്പൊ എന്താണ് അതിലെ വ്യത്യാസം? ഓരോ സന്ദർഭം അനുസരിച്ചിട്ട് അവര് വേറെ വേറെ രൂപങ്ങളെ സ്വീകരിക്കും. മലയാളത്തിൽ കാ എന്ന് എഴുതിയാൽ എവിടെ കാ എന്ന് എഴുതിയാലും കാ തന്നെയാണ് സംസ്കൃതത്തിലെ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മൾ CAR എന്ന് എഴുതിയാൽ അത് കാർ എന്നാണ്. അപ്പുറത്തൊരു ഇ ചേർത്താൽ അത് കെയർ എന്നായി. ആണോ? അപ്പൊ കാർ എവിടെ പോയി? അതെങ്ങനെ കെയറായി? അപ്പൊ അവിടെയാണ് വരിക്കുകയാണ്, വേറെ രൂപങ്ങളെ വരിക്കുകയാണ്. അതുപോലെയാണ് വർണ്ണം എന്ന് പറയുന്നത്. അത് സ്ഥിരമായി നിൽക്കുന്നതല്ല, അത് പലതിലേക്ക് മാറി മാറി പോകുന്നതാണ്. അപ്പൊ ആ സാറ് പെട്ടെന്ന് കെട്ട ഫ്രീസായി. സാറിന്റെ നാളെ സാറ് ഇങ്ങോട്ട് വരും. കെട്ടായി പോയി. ഉം. വരുമായിരിക്കും ഇപ്പൊ. ഉണ്ട്, മ്യൂട്ടായി സാറ് പോയി. സാർ മ്യൂട്ടായതാണോ? ഇടയ്ക്ക് ഇത് പോയതോടുകൂടി മ്യൂട്ടായതാണ്. അത് ശരി. അപ്പോ അപ്പോ ഇതാണ് കിഴക്കോട്ട് വെച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ പിൻഭാഗം പടിഞ്ഞാറോട്ടാണ്. അതാണ് അത് തിരശ്ചീനമാണ്, ഹൊറിസോണ്ടലായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. മനുഷ്യൻ എങ്ങനെയാണ്? നേരെ ലംബമായിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? പെർപെൻഡിക്കുലർ ആണ് ഭൂമിക്ക് നിൽക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ? എന്തിനാണ് വ്യത്യസ്തമായിട്ടുള്ള ശരീരഘടന? എന്തിനാണ്? അല്ലേ? ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. അതിനെ മാറ്റാനായിട്ടുള്ള കുറെ പേരുടെ ഭക്ഷണം ഉണ്ടാക്കൽ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നത്. വൃക്ഷലതാദികൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വിടും. എന്തിനാണ് ഈ ജാതികളിൽ ഇത്രയേറെ വൈവിധ്യം? എന്തിനാണ്? അതാണ് പ്രപഞ്ച യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുന്നോട്ടുള്ള ഗമനം നടക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്തേ പറ്റുള്ളൂ. അപ്പോ വിവേകബുദ്ധി ഇല്ല എന്നല്ല അർത്ഥം. വിവേചിച്ചറിയുന്നുണ്ട്, പക്ഷെ ഒന്നിനോടും എന്തില്ല? ആസക്തിയില്ല. പിന്നെന്താണ്? അനാസക്തിയും ഇല്ല, വിട്ടിരിക്കുന്ന അവസ്ഥയും ഇല്ല. ആസജത എന്ന് പറഞ്ഞാൽ, ആസക്തി എന്ന് പറഞ്ഞാൽ സജത എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന് ചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അത് ഇല്ലാതെ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യുക തന്നെ വേണം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഈ സാതത്യഗമനം, സതതം എപ്പോഴുമുള്ള ഈ ഗമനം അതെന്തായിരിക്കണം? അത് അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം. അതിനാണ് ഓരോരുത്തർക്കും ധർമ്മം. ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം എന്നാണ്. ഇപ്പൊ രാഗദ്വേഷങ്ങൾ ഒന്നിനോടും പാടില്ല. അപ്പോൾ ഓൺലി ഡ്യൂട്ടി നമ്മൾ എന്തുപോലെയാണ്? ശരിക്ക് തിരിച്ചറിവുള്ള ഒരു ഉപകരണം പോലെയാണ്. അത് നമ്മുടെ തൂമ്പ നമ്മുടെ കയ്യിലുണ്ട്. തൂമ്പയ്ക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ തിരിച്ചറിവ് തൂമ്പയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളും തൂമ്പയും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. കാരണം അതിന്റെ ഫലം അതിന് ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് വിഭാവനം ചെയ്യാം. പക്ഷെ പ്രവൃത്തിപഥത്തിൽ എത്ര കണ്ട് വരുത്താൻ പറ്റുന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ശരിയാ, അതോടെ തീർന്നു. നിന്റെ ലോകയാത്ര അവിടെ തീർന്നു. പിന്നെന്താണ്? അപ്പൊ നീ ജ്ഞാനം സിദ്ധിച്ചു എന്നാണല്ലോ അർത്ഥം. ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു അസ്ത്രം തൊടുത്തുവിട്ട് ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞാൽ, അസ്ത്രത്തെ തൊടുത്തുവിട്ട ലക്ഷ്യം തീർന്നു, അല്ലെ? ഒരു ലക്ഷ്യം ഭേദിക്കാനാണ് അസ്ത്രം തൊടുത്തുവിട്ടത്. ആ ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞു. പക്ഷെ അസ്ത്രം അവിടെ തന്നെ വീഴുന്നില്ല. അതായത് അതിൽ ഒരു എനർജി അതിലുണ്ട്, ഒരു ശക്തി അതിലുണ്ട്, പൊട്ടൻഷ്യാലിറ്റി അതിലുണ്ട്. അതിനനുസരിച്ചിട്ട് അത് കുറെ കൂടെ പോയിട്ട് അത് വീഴുന്നു. അത്രയ്ക്കുള്ള. അപ്പൊ ഈ അറിവ് സിദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് സമയവും മുക്തിക്ക് നമ്മൾ അർഹരാണ്. ഏത് സമയം. പിന്നെ എന്താ വേണ്ടു? ശരീരയാത്ര അവസാനിക്കാൻ ശ്രീരാമൻ ചെയ്തതുപോലെ ആ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോവുക മാത്രമേ വേണ്ടൂ. അവിടെ ശരീരം ത്യജിക്കുക മാത്രമേ വേണ്ടൂ.
ഇതാണ് ഇപ്പൊ അതിന്റെ താത്പര്യാർത്ഥം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.